ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 2-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം അനുസരണം. എന്താണ് അനുസരണം? ഒരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ആവശ്യമായ ഒരു ഘടകമാണ് അനുസരണം. 2 പോയിന്റുകളിലൂടെ വിവരിച്ച് ഞാൻ എന്റെ ചിന്തയെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പൂർണ്ണമായുള്ള അനുസരണം. നാം വേദപുസ്തകം വായിക്കുമ്പോൾ അതിൽ പൂർണ്ണമായി അനുസരിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാനായി സാധിക്കും. ആരാണ് ആ വ്യക്തി? അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും. തന്റെ പ്രിയ മകനെ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അത് കേൾക്കുകയും യാഗപീഠത്തിന്മേൽ കിടത്തി കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്നൊരു ശബ്ദമുണ്ടായതായി നമുക്ക് ആ ഭാഗത്തിൽ വായിക്കാനായി സാധിക്കും. മനുഷ്യരെക്കാൾ നാം ആദ്യം അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. അബ്രഹാമിന്റെ ജീവിതവും സാറഹാത്തിലെ വിധവയുടെ ജീവിതം അനുസരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. രണ്ടാമതായി, സ്നേഹത്തോടെ അനുസരിക്കണം. എബ്രായർ 6:1 പറയുന്നു, മക്കളെ, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അനുസരണത്തിന് സ്നേഹം ഒരു ഘടകം തന്നെയാണ്. വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് കാനായിലെ കല്യാണത്തിനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളത്. ഗലീലെ കാന എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിന്റെ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അനുസരിക്കണം എന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവിടെ യേശുവിനെ ചോദ്യം ചെയ്യാതെ ആ ബാല്യക്കാർ അതിന്റെ പക്കോളം നിറച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സന്ദർഭത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സ്നേഹത്തോടുള്ള അനുസരണത്തിന്റെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുസരിക്കാതെയുള്ള പ്രവൃത്തി നന്നല്ല. അനുസരിച്ചാൽ അനുഗ്രഹം നിശ്ചയമായിരിക്കും. അനുസരിക്കുന്നവർക്ക് അളവില്ലാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം നൽകുന്നത്. ആയതിനാൽ നോമ്പിന്റെ അനുഭവത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും സുവിശേഷം ഘോഷിപ്പാൻ തക്കവണ്ണം കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.